പ്രിയമുള്ളവരെ, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDAയുടെ കരുത്തയായ സാരഥി, നമ്മുടെ സ്നേഹം, നമ്മുടെ നാടിന്റെ സ്നേഹം, യുവതലമുറയുടെ പ്രതീകമായ വിനീത രതീഷ് ബാബുവിന് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി 15ാം വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ, അഴിമതി ഭരണം ഇല്ലാതാക്കാൻ ഇനി വരണം BJP. പെരുവേൽ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി വിനീത രതീഷ് ബാബുവിന് ഐശ്വര്യത്തിന്റെ ചിഹ്നമായ, വികസനത്തിന്റെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. മതസൗഹാർദ്ദം മൂട്ടി വളർത്താൻ, മതിലുകളില്ല മനുഷ്യന വേണ്ടി, എല്ലാ പേർക്കും തുല്യത നേടാൻ ഇനി വരണം BJP. ഇനി മാറും, നിലവരവും ഇനി മാറും, കാലം മാറും, മാറ്റത്തിനായി ഇനി വരണം BJP. 15 വർഷക്കാലം കൊണ്ട് നാം നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ണിൽ നിന്നും അന്യം നിന്നു പോകാതിരിക്കാൻ ഇനിയൊരു തിരിച്ചുപോക്ക് നമുക്ക് സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വികസനമാണ് തന്റെ രാഷ്ട്രീയമെന്ന് പ്രഖ്യാപിച്ച, ജാതിമത ഭേദമന്യേ വികസനം എല്ലാവരിലും എത്തിച്ച മുൻ മെമ്പർമാരുടെ പാത പിന്തുടർന്ന് യുവതലമുറയ്ക്ക് മാതൃകയാവാൻ ഇതാ 15ാം വാർഡിൽ വിനീത രതീഷ് ബാബു നമ്മെ സ്നേഹം കൊണ്ട് വാരി പുണർന്നിരിക്കുന്നു. കുറഞ്ഞ ഓരോ വോട്ടും അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര ചിഹ്നത്തിൽ പതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ടെക്നോളജിയിൽ മുന്നേറിയിടാൻ, എല്ലാ പേർക്കും തൊഴിലുകൾ നേടാൻ, നാട്ടിൽ വീട്ടിൽ ക്ഷേമം നിറയാൻ ഇനി വരണം BJP. പ്രിയമുള്ളവരെ, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായ പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽ 15ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന വിനീത രതീഷ് ബാബുവിനെയും, കുന്നമംഗലം ബ്ലോക്ക് പൂവാട്ടുപറമ്പ് ഡിവിഷൻ സീമ പവിത്രനെയും, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കുന്നമംഗലം ഡിവിഷൻ ഷിജില ശിവദാസിനെയും അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി NDA സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.